ആലപ്പുഴ കായംകുളത്ത് ഗുണ്ടാ നേതാവിനെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആക്കിയതിനെതിരെ പ്രതിഷേധമുയരുന്നു. യൂത്ത് കോൺഗ്രസ് കായംകുളം സൗത്ത് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായിട്ടാണ് മുഹമ്മദ് ഇബ്നുസിലിനെ നിയമിച്ചിരിക്കുന്നത്. തൂക്കുചൂണ്ടിയും തട്ടിക്കൊണ്ടുപോകലും അടക്കം ലക്ഷങ്ങൾ കവർന്ന കേസിലെ പ്രതിയാണ് ഈ നേതാവ്. ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, വലിയ നേതാവിനെ നോക്കിയാണല്ലോ നിയമിച്ചിരിക്കുന്നത് ഗുണ്ടാരംഗത്തും. സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിനിടയിലും ഗ്രൂപ്പുകളും അതോടൊപ്പം തന്നെ ഗുണ്ടാ സംഘങ്ങളും ഒക്കെ തന്നെ സജീവമാണ്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കായംകുളം യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടൊരു ഗുണ്ടാ നേതാവിനെ തന്നെ നിയോഗിച്ചിരിക്കുന്നത്. കായംകുളം പോലീസ് സ്റ്റേഷനിൽ പൊതുമുതൽ നശിപ്പിച്ചതിനും വാഹനയാത്രക്കാരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയതിനും ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് ഇയാൾ. കായംകുളത്ത് കോൺഗ്രസ് ഓഫീസിൽ നടന്ന യോഗത്തിൽ KPCC നേതാക്കളടക്കം പങ്കെടുത്തിരുന്നു. പോക്സോ കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ സാന്നിധ്യവും വിവാദമായിരുന്നു. ഇത്തരത്തിൽ വളരെയധികം ഗുണ്ടാ സംഘങ്ങൾ കൂടുതലായുള്ള ഒരു കോൺഗ്രസ് നേതൃത്വമാണ് കായംകുളത്തുള്ളത്. നമുക്ക് പല കേസുകളും ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും ഒടുവിലെത്തിയാണ് ഇപ്പോൾ മുഹമ്മദ് ഇബ്നു സിരിൽ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ. ഇയാള് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡല കമ്മിറ്റി പ്രസിഡന്റായിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസിലും ഉള്ളത്. കാര്യം ഗുണ്ടാ നേതാക്കളെ അടക്കം നിലവിൽ കേസുള്ളവരെയും കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ പോയ ആലപ്പുഴ ഇപ്പോ നേതാക്കന്മാരുടെ ഒരു വലിയ കേന്ദ്രമാണല്ലോ. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ബാബു പ്രസാദും ഒക്കെ ഉള്ള സ്ഥലമാണല്ലോ. ആരുടെ നോമിനിയാണ് ഇദ്ദേഹം? നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് A ഗ്രൂപ്പ് ഇപ്പോഴും സജീവമാണ് ആലപ്പുഴ ജില്ലയിൽ. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ലയിൽപ്പെട്ട പഴയകാല A ഗ്രൂപ്പ് നേതാക്കളുടെ ശിഷ്യന്മാരായിട്ടാണ് ഇവരുടെ രംഗപ്രവേശം. കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിലും ഇത്തരത്തിൽ A ഗ്രൂപ്പിന്റെ പഴയ നേതാക്കളൊക്കെ തന്നെയാണ് സ്ഥാനാരോഹണ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ A ഗ്രൂപ്പിന്റെ പ്രതിനിധിയായിട്ടാണ് ഈ ചെറുപ്പക്കാരൻ എത്തിയിരിക്കുന്നത്, ഗുണ്ടാ നേതാവ് എത്തിയിരിക്കുന്നതെന്നാണ് കോൺഗ്രസുകാരും പറയുന്നത്. എന്തായാലും നിരവധി പോയി കഴിഞ്ഞു. ഗുണ്ടാ നേതാവിനെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആക്കിയിരിക്കുന്നു കായംകുളത്ത്. ഷാജഹാനാണ് വിശദാംശങ്ങൾ നൽകിയത്.